ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ അല്പസമയത്തെ ധ്യാനത്തിനായി നാം എടുത്തിരിക്കുന്ന വേദഭാഗം സങ്കീർത്തനം 63-ന്റെ 5-ഉം 6-ഉം വാക്യങ്ങൾ. സങ്കീർത്തനം 63-ന്റെ 5-ഉം 6-ഉം വാക്യങ്ങൾ. എൻ്റെ കിടക്കയിൽ നിന്നെ ഓർക്കുകയും ഞാൻ രാത്രിയാമങ്ങൾ നിന്നെ ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ പ്രാണനെ മജ്ജയും മേധസ്സും കൊണ്ടെന്ന പോലെ തൃപ്തി വരുന്നു. എൻ്റെ വായ് സന്തോഷമുള്ള അധരങ്ങളാൽ നിന്നെ സ്തുതിക്കുന്നു. ദൈവാനുഗ്രഹങ്ങൾ നിറഞ്ഞു കഴിയുന്ന കാലമാണ് നോമ്പുകാലം. ഒരു വർഷത്തേക്കുള്ള നന്മകൾ ആർജിക്കുവാൻ ഓരോ നോമ്പുകാലവും സഹായകരമാണ്. നോമ്പ് നാളുകളിൽ നാം ചില കാര്യങ്ങളും ഭക്ഷണങ്ങളും ഒക്കെ വെടിയാറുണ്ട്. അതുമൂലം ചിലപ്പോൾ നമുക്ക് വാട്ടം സംഭവിക്കാം. വാട്ടം നല്ലതാണ്. നാം പൊതിച്ചോറ് കെട്ടുമ്പോൾ ഇല വാട്ടാറുണ്ട്. അത് എന്തിനു വേണ്ടിയാണ്? ഇല വാട്ടുമ്പോൾ അത് നമ്മുടെ ആവശ്യങ്ങൾക്ക് വഴങ്ങുവാൻ വേണ്ടിയാണ്. അതുപോലെ നോമ്പ് നമുക്ക് വാട്ടം സമ്മാനിച്ചാൽ സങ്കടപ്പെടേണ്ട. നമ്മുടെ വഴങ്ങാത്ത ശരീരവും മനസ്സും ദൈവനാമത്തിനായി ഒന്ന് വഴങ്ങുവാൻ വേണ്ടിയാണ്. ദാവീദ് തന്റെ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ പാടിയ പാട്ടാണ് ഈ സങ്കീർത്തനം. ഒരു വ്യക്തിയുടെ പ്രതിസന്ധിയിൽ അയാൾ പറയുന്ന വാക്കുകൾ അയാളുടെ വ്യക്തിത്വത്തെ അറിയുവാൻ സാധിക്കുന്നത്. ഈ സങ്കീർത്തനത്തിലും ദാവീദിന്റെ വ്യക്തിത്വത്തെ പ്രകടമാക്കി കാണുന്നു. നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധിയിൽ നാം ധ്യാനത്തിലായിരിക്കുന്ന അനിവാര്യമായ കാര്യമാണ്. ദാനിയേൽ സിംഹക്കുഴി ഒരു ധ്യാനപീഠമായിരുന്നു. അതുപോലെ പ്രതിസന്ധികളെ ധ്യാനപീഠമാക്കി തീർക്കുമ്പോൾ നമുക്ക് ചുറ്റും മറ്റുള്ളവർക്കും അത് അനുഗ്രഹ കാരണമാവുന്നു. മോശയെപ്പറ്റി നമുക്കറിയാം. അവൻ ഇസ്രായേൽ ജനത്തെ മരുഭൂമിയിൽ കൂടി നടത്തിയപ്പോൾ അവർക്ക് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുന്നു. അപ്പോഴെല്ലാം അവർ മോശയുടെ അടുക്കൽ പരിഭവമായി എത്തും. മോശ ദൈവത്തിങ്കിലേക്ക് നോക്കി ധ്യാനത്തിൽ ആവും. ദൈവത്തിന്റെ അരുളപ്പാട് അറിഞ്ഞ് ദൈവജനത്തെ അവരുടെ പ്രശ്നങ്ങളിൽ നിന്നും വിടുതൽ കണ്ടെത്തി നൽകും. നാം ധ്യാനപൂർവ്വം ജീവിതത്തെ നോക്കി കാണുമ്പോൾ നമ്മിലുള്ള ചെറിയ സാധ്യതകൾ, കാര്യങ്ങൾ, താലന്തുകൾ എല്ലാം മറ്റുള്ളവർക്ക് നമുക്ക് ഉപകാരപ്രദമായ രീതിയിൽ ദൈവമാക്കി തീർക്കും. നാം എപ്പോഴും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നവരായി തീരാൻ ധ്യാനത്തിലൂടെ ദൈവവുമായി ഒരു ആഴമുള്ള ബന്ധം സ്ഥാപിക്കുവാൻ സർവേശ്വരൻ നമ്മെ ഓരോരുത്തരെ സഹായിക്കുമാറാകട്ടെ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, ഈ നോമ്പിന്റെ 17-ാം ദിവസമായ ഇന്ന് അല്പസമയം നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് കൃപ തന്ന ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കൂടുതൽ നമ്മൾ ധ്യാനത്തിലും പ്രാർത്ഥനയിലും ഈ നോമ്പ് നാളുകളിൽ നാം ആയിരിക്കണം. അതിനായിട്ട് നമ്മളെ ദൈവം എടുത്ത് പ്രയോഗിക്കുന്നവർ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ആമീൻ.